കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വിഷ്ണുവിനെ എങ്ങനെ പൂജിക്കാം, മഹാവിഷ്ണുവിനെ എങ്ങനെയാണ് പൂജിക്കുന്നത്, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും, നമ്മുടെ ഗൃഹത്തിലാണ് മഹാവിഷ്ണുവിനെ എങ്ങനെ പൂജിക്കണമെന്നും, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ ഏതൊക്കെ വഴിപാടുകൾ ചെയ്താൽ ഫലമുണ്ടാകുമെന്നും, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഏതൊക്കെ വ്രതങ്ങൾ എടുക്കണമെന്നും, മഹാവിഷ്ണു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും, വ്യാഴദശാകാലം അനുഷ്ഠിക്കുന്ന ഒരു മഹാവിഷ്ണുവിനെ എങ്ങനെ പ്രത്യേകിച്ച് പൂജിക്കണമെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നതായിട്ടുള്ളൊരു വിഷയം. അപ്പോൾ നമ്മുടെ ഒരുപാട് മഹാക്ഷേത്രങ്ങളുണ്ട്. മഹാക്ഷേത്രങ്ങളിലൊക്കെ വിഷ്ണുവിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ് പാൽപ്പായസം. പാൽപ്പായസം കഴിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുപോലെ പാൽപ്പായസം നിവേദിക്കുക, അത് 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിന് നമുക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് നമ്മൾ അവിടെ നിവേദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് തുളസിക്കതിർ. തുളസി ഇല കൊണ്ട് വിഷ്ണു സഹസ്രനാമ അർച്ചന കഴിപ്പിക്കുക. ഓരോ കതിരും എടുത്ത് വിഷ്ണുവിൻ്റെ അല്ലെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽ അല്ലെ പാദത്തിലിട്ട് നമസ്കരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഗുരുവായൂരൊക്കെ ആണെങ്കിൽ തുളസിക്കതിർ കൊണ്ട് ഭഗവാനെ മൂടുന്നതും ഭഗവാൻ അഭിഷേകമായിട്ട് നടത്തുന്നതും അർച്ചന ചെയ്ത് കൂട്ടിക്കുന്നതും ഇതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തിരുവാർമുളയപ്പന്, അതുപോലെ ശ്രീവല്ലഭ ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം, ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ് തുളസി എന്ന് പറയാം. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഐതിഹ്യമുണ്ട് തുളസിക്ക്. കാര്യം സത്യഭാമ ഭഗവാന് വേണ്ടി ഒരു തുലാഭാരം ചെയ്യാൻ വേണ്ടി ഭഗവാനെ ഒരു ത്രാസിലിരുത്തുകയും അദ്ദേഹത്തിന് എല്ലാ ദ്രവ്യങ്ങൾ കൊണ്ട്, ദ്രവ്യമല്ല രത്നങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ രത്നങ്ങളും കൊണ്ടുവന്നിട്ടും ഭഗവാന്റെ ത്രാസ ഭൂമിയോട് തന്നെ ടച്ച് ചെയ്ത് തന്നെ ഭൂമിയോട് സ്പർശിച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഒരു കാരണവശാലും ഭഗവാൻ പൊങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യഭാമയും ലക്ഷ്മിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഭാര്യയിൽ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള തുളസിക്കതിരുണ്ട്, തുളസിക്കതിർ ഒരെണ്ണം കൊണ്ട് അപ്പുറത്തെ തട്ടിൽ വെച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പുറത്തെ തട്ടിൽ വെക്കുകയും ഈ ഭഗവാൻ അതുപോലെ അങ്ങ് പൊങ്ങിപ്പോയെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള, അത്രയ്ക്ക് ഭഗവാനേക്കാളും സ്നേഹം കൂടുതലുള്ള തുളസിക്കതിർ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഭാഗം പൊങ്ങി. ആ ഭാഗത്തിന് ഭഗവാന് തുലാഭാരത്തിന് ഐശ്വര്യം ഉണ്ടായി. അതപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് തിരിച്ചറിവുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തുളസിക്കതിന് പകരം ഗംഭീരമായിട്ടുള്ള ഒരവസ്ഥ ഭഗവാനുണ്ട്. അതുകൊണ്ട് തുളസി ഇല കൊണ്ടുള്ള അർച്ചന, തുളസി പൂവ്, തുളസി കൊണ്ടുള്ള മാല, ഇതൊക്കെ മഹാവിഷ്ണുവിന് ചാർത്തുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ മഞ്ഞപ്പട്ടുടയാട് ചാർത്തുന്നത് മഹാവിഷ്ണുവിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ ചന്ദനം ചാർത്തുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഏകാദശി വ്രതം എടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വീട്ടിൽ ആരാധിക്കുന്നത്, അതുപോലെ ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണനെ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലമാണ്. വല്ലപ്പോഴും ഇച്ചിരി നിവേദ്യമോ ഇച്ചിരി പഞ്ചസാരയോ ഇച്ചിരി കാര്യങ്ങളോ എന്തെങ്കിലും നിവേദ്യമായിട്ട് അവിടെ നിവേദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതൊരു പടിത്തരമാകാതിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടാൽ മഹാവിഷ്ണു സാന്നിധ്യത്തിൽ തന്നെയുണ്ട്, മഹാവിഷ്ണു കൂടെ തന്നെയുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. ഗുരുവായൂരപ്പൻ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നതും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.